ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളെ മുഴുവൻ കുഴച്ച ഒരു ചോദ്യമായിരുന്നു. ഇതിൽ വെടിനിർത്തൽ റിക്വസ്റ്റുമായി ആദ്യം മുന്നോട്ട് വന്നത് ആരായിരുന്നു? അത് ഇന്ത്യയായിരുന്നോ പാകിസ്ഥാനായിരുന്നോ? എന്തായാലും എല്ലാ പാകിസ്ഥാനികളെയും ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു രഹസ്യം ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഏത് രാജ്യമാണ് ആദ്യമായി വെടിനിർത്തൽ റിക്വസ്റ്റുമായി മുൻപോട്ട് വന്നതെന്ന്. എല്ലാവർക്കും ടോക്ക് ടുഡേ വിത്ത് സുമേഷ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കൂടുതൽ ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെക്കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാനും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പിന്തുണയോടെ ഇന്ത്യയിൽ നടന്ന പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയത്. എന്നാൽ ഇതിൽ ഏറ്റവും ശക്തമായ ആക്രമണങ്ങൾ നടന്നത് മെയ് 6-നും 7-നുമായിരുന്നു. മെയ് 6-നും 7-നും ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾ വളരെ ശക്തവും പ്രിസൈസും അതുപോലെ തന്നെ വളരെ കൃത്യതയേറിയതും പാകിസ്ഥാന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയതുമായ ആക്രമണങ്ങളായിരുന്നു. ഈ ആക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ 2 പ്രധാന എയർബേസുകൾക്ക് നേരെ, വ്യോമതാവളങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളായിരുന്നു പാകിസ്ഥാനെ ശരിക്കും ഞെട്ടിച്ചത്. പാകിസ്ഥാൻ മിലിറ്ററിയുടെ 2 പ്രധാന വ്യോമതാവളങ്ങളായ നൂർഖാൻ എയർബേസും അതുപോലെ തന്നെ ഷേർകോട്ട് എയർബേസും ഇന്ത്യൻ വ്യോമസേനയുടെ ഈ ആക്രമണങ്ങളിൽ വളരെ വലിയ നാശനഷ്ടങ്ങൾക്ക് ഇരയായിരുന്നു. ഈ ആക്രമണങ്ങൾ പാകിസ്ഥാൻ സേനയുടെ നടുവൊടിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. മെയ് 6-നും 7-നും ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ എല്ലാ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും അവരുടെ എല്ലാ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും തകർന്ന് തരിപ്പണമായിരുന്നു. അവരുടെ രാജ്യത്തെ പ്രതിരോധിക്കാൻ അതിനുശേഷം അവർക്ക് കഴിയില്ല എന്ന് അവർക്ക് പൂർണ്ണമായും മനസ്സിലാവുകയും ഇനിയും ഇന്ത്യയുടെ ഇതുപോലെയുള്ള ശക്തമായ ആക്രമണങ്ങൾ തുടർന്നു പോയാൽ പാകിസ്ഥാൻ മറ്റൊരു ഗാസയായി മാറും എന്നും പാകിസ്ഥാൻ ഭയപ്പെട്ടു. അതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ മിലിറ്ററി ഇന്ത്യയോട് വെടിനിർത്തൽ റിക്വസ്റ്റുമായി മുന്നോട്ട് വന്നതെന്ന് പാകിസ്ഥാന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഇഷാദ് ധാർ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. മുൻപ് പലതവണ പാകിസ്ഥാൻ ഇത് നിഷേധിച്ചെങ്കിലും അവസാനം അവർക്ക് തന്നെ ഈ സത്യം തുറന്നു പറയേണ്ടി വന്നു എന്ന് നമുക്ക് പറയാം. കള്ളം എത്ര കാലം മറച്ചു വെച്ചാലും ഒരു നാൾ അത് മറനീക്കി പുറത്തു വരും എന്നുള്ളതിന് ഒരു തെളിവാണ് പാകിസ്ഥാന്റെ ഈ തുറന്നു പറച്ചിൽ. ഓപ്പറേഷൻ സിന്ദൂരിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇഷാദ് ധാർ അവിടുത്തെ സ്റ്റേറ്റ് ടെലിവിഷന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഇത് സ്ഥിരീകരിച്ചത്. മെയ് 7-ന് രാവിലെ 2:30-ന് ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ 2 പ്രധാന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ 2 പ്രധാന വ്യോമ താവളങ്ങൾക്ക് നേരെയായിരുന്നു. ഒന്ന് നൂർഖാൻ എയർബേസ്, 2 ഷേർകോട്ട് എയർബേസ്. ഈ 2 വ്യോമ താവളങ്ങളെയും ഇന്ത്യ അതിശക്തമായി ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കി. അതോടെ ഇന്ത്യയോട് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പാകിസ്ഥാന് ശരിക്കും ബോധ്യമായി. ഇനി അവർക്ക് ഇന്ത്യയോട് യുദ്ധം ചെയ്യാനുള്ള യാതൊരുവിധ ശക്തിയുമില്ല. കാരണം അവരുടെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും അവരുടെ എല്ലാ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പൂർണ്ണമായി തകർന്നടിഞ്ഞു. ഇതിനു പിന്നാലെ 45 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സൗദി രാജകുമാരൻ ഫൈസലിന്റെ കോള് ഇദ്ദേഹത്തിന് വന്നുവെന്നും അദ്ദേഹം ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് എന്താണ് വേണ്ടത്, ഇന്ത്യയോട് വെടിനിർത്തൽ ആവശ്യപ്പെടണമോ വേണ്ടയോ, ഇനി ഇന്ത്യ അതിന് തയ്യാറാണെങ്കിൽ പാകിസ്ഥാനും അതിന് റെഡിയാണോ എന്നും, ഇനിയും ഇന്ത്യയോട് യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ പാകിസ്ഥാൻ സൗദി രാജകുമാരനോട് അവർ തന്നെയാണ് റിക്വസ്റ്റ് ചെയ്തത് ഇന്ത്യയോട് വെടിനിർത്തൽ ആവശ്യപ്പെടുവാൻ എന്ന് ഈ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ അവിടുത്തെ ദേശീയ മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ സ്ഥിരീകരിക്കുകയുണ്ടായി. എന്തായാലും ഇന്ത്യയോട് ഈ യുദ്ധത്തിൽ നടുവൊടിഞ്ഞ പാകിസ്ഥാൻ മിലിറ്ററി തന്നെയാണ് ഇദ്ദേഹത്തെ കൊണ്ട് സൗദി രാജകുമാരനോട് ഇന്ത്യയോട് വെടിനിർത്തൽ റിക്വസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. സൗദി രാജകുമാരൻ്റെ ഇടപെടലിന് ശേഷമായിരിക്കണം ഇന്ത്യൻ മിലിറ്ററിയും അതുപോലെ തന്നെ പാകിസ്ഥാൻ മിലിറ്ററിയും തമ്മിൽ കോൺടാക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്ത് വെടിനിർത്തൽ പ്രഖ്യാപനത്തിലേക്ക് എത്തിപ്പെട്ടത്. ഓപ്പറേഷൻ സിന്ദൂരിലൂടെയുള്ള ശക്തമായ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇന്ത്യയോട് വെടിനിർത്തൽ റിക്വസ്റ്റുമായി ആദ്യമായിട്ട് ഇന്ത്യയെ സമീപിച്ചത് പാകിസ്ഥാൻ തന്നെയാണെന്ന് പാകിസ്ഥാനിലെ ഒരു മുതിർന്ന നേതാവ് ഉറക്കെ വിളിച്ചു പറയുന്നത് ഇത് ആദ്യമായിട്ടാണ്. എന്തായാലും ഇത്തവണ സത്യം പുറത്തു വന്നു. അത് അവർ തന്നെ സമ്മതിച്ചു. ഇതിൽ നിന്ന് നമുക്ക് 3 കാര്യങ്ങൾ ഉറപ്പിക്കാം. 1, ഇന്ത്യയുടെ സൈനിക പ്രതികരണം വളരെ ഫലപ്രദമായിരുന്നു. 2, സംഘർഷം കൂടുതൽ രൂക്ഷമാകുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെട്ടു. 3, ഇന്ത്യ ഈ മേഖലയിലെ വലിയ ഒരു സൈനിക ശക്തിയായി മാറിയിരിക്കുന്നു എന്ന്. എന്തായാലും ഈ വെടിനിർത്തലിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുവാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒരു ശ്രമം നടത്തിയിരുന്നു. മാധ്യമങ്ങളോട് അയാൾ പറഞ്ഞിരുന്നു അയാളാണ് ഇന്ത്യയും പാകിസ്ഥാനെയും കൊണ്ട് ഈ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചതെന്ന്. എന്നാൽ പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനും ഇത് നിരസിക്കുകയും ഈ 2 രാജ്യങ്ങളും നേരിട്ടാണ് ഇതിലൊരു തീരുമാനം എടുത്തതെന്നും ഇതിലൊരു മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ഇല്ല എന്നും ഈ 2 രാജ്യങ്ങളും പിന്നീട് സ്ഥിരീകരിക്കുകയുണ്ടായി. പാകിസ്ഥാന്റെ ഈ കുറ്റസമ്മതം ഇന്ത്യയുടെ ഒരു രാത്രിയിലെ ആക്രമണങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടായതല്ല, മറിച്ച് ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുടെയും അതുപോലെ തന്നെ നമ്മുടെ വിദേശ നയങ്ങളുടെയും മികവിൻ്റെ കൂടി ഫലമാണ് ഇത്. എന്തായാലും സത്യം എന്താണെന്ന് അവസാനം പാകിസ്ഥാൻ തന്നെ സമ്മതിച്ചു. അതാണ് ഇന്നത്തെ ഇന്ത്യയുടെ ഒരു ശക്തി, ഒരു പവർ.